ഹായ്, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് ദുൽഖർ സൽമാൻ്റെ കാന്തയുടെ ട്രെയിലർ റിലീസായിട്ടുണ്ട്. അപ്പോൾ അതിനെ പറ്റിയാണ് ഈ ഒരു വീഡിയോ, ഒരു റിയാക്ഷൻ വീഡിയോ. റിയാക്ഷൻ എന്ന് പറയുമ്പോൾ മറ്റേ നമ്മൾ വീഡിയോസ് കാണിക്കുന്നില്ല, കണ്ടിട്ട് എങ്ങനെ തോന്നി അതിൻ്റെ ഒരു റിയാക്ഷനാണ്. ഇതിനകത്ത് എനിക്ക് കുറച്ച് നെഗറ്റീവും ഇതിനകത്ത് തോന്നിയിട്ടുണ്ട്. ട്രെയിലർ കിടിലൻ ട്രെയിലറാണ്, പക്ഷേ അതിനകത്ത് കുറച്ച് നെഗറ്റീവ് ഉണ്ട്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു പടത്തിനെ പറ്റി പറയുമ്പം ഇത് ആദ്യത്തെ ഇന്ത്യയിലെ ആദ്യത്തെ പാൻ ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ ത്യാഗരാജ ഭാഗവതറുടെ ഒരു ഡോക്യുമെൻ്ററി, ഒരു ജീവിതകഥ ആണ് ഇവർ എടുത്തേക്കുന്നത്. ഇതിൻ്റെ സെൽവമണി സെൽവരാജാണ് ഇതിൻ്റെ ഡയറക്ടർ. ത്യാഗരാജ ഭാഗവതരായി ദുൽഖർ സൽമാനാണ് ഇതിനകത്ത് വേഷം ഇട്ടേക്കുന്നത്. പിന്നെ റാണ രഘുപതിയും ദുൽഖറും കൂടെ ചേർന്നാണ് ഈ ഒരു പടം പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എനിക്കറിയുന്ന കുറച്ച് ഒരു സ്റ്റോറി ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. ഈ ഒരു കഥയുടെ ഒരു പശ്ചാത്തലം എന്തുവാണെന്ന്. അതായത് നിങ്ങൾക്കറിയായിരിക്കും ത്യാഗരാജ ഭാഗവതർ. അപ്പം പുള്ളിക്കാരൻ പണ്ട് ഇന്നത്തെ കൂട്ട് സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്ത സമയത്ത്, അതായത് രണ്ടാം ലോക മഹായുദ്ധം നടക്കുന്ന സമയം, സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്ത സമയത്താണ് ഇതേപോലെ അന്നൊക്കെ സിനിമയിലെ ഓരോരുത്തരെത്തുന്ന പറയുന്ന നാടകം വഴിയും പിന്നെ അങ്ങനെയുള്ള കഴിവ് തെളിയിച്ചിട്ടാണ് കയറി വരുന്നത്. അപ്പോൾ ഈ ത്യാഗരാജ ഭാഗവതർ എന്ന് പറഞ്ഞ ഒരു കർണാടിക് സംഗീതജ്ഞനാണ്. പുള്ളിക്കാരനെ സിനിമയിലേക്ക് വരികയും പിന്നെ കുറച്ച് സിനിമകളുണ്ട് പാൻ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞാൽ അത്രയും വലിയൊരു സൂപ്പർ സ്റ്റാർ ആ സമയത്ത് ആരും കാണത്തില്ല. ഇപ്പം അതേപോലത്തെ ഒരു സൂപ്പർ സ്റ്റാർ കുറച്ച് സിനിമകളുണ്ടാവുകയും ആ ഒരു സ്റ്റാർഡം ഒരു രാത്രി കൊണ്ട്, അതായത് ലക്ഷ്മികാന്ത് എന്ന് പറഞ്ഞ ഒരു പത്രപ്രവർത്തകൻ്റെ കൊലപാതകമായിട്ട് ആ ഒരു ആ സ്റ്റാർഡം ഫുള്ള് പോകുന്നതുമാണ് പുള്ളിക്കാരൻ്റെ ഒരു ജീവിതകഥ എന്ന് പറയുന്നത്. ആ ഒരു കേസ് ഇപ്പോഴും നടക്കുന്നുണ്ട്. ഒന്നും ഉറപ്പില്ലാത്ത കുറേ സ്റ്റോറികളുമായിട്ട് ഇപ്പോഴും നടക്കുന്നുണ്ട്. അങ്ങനെ സ്റ്റാർഡം കുത്തനെ ഇടുകയും പുള്ളിക്കാരൻ ഈ ഒരു കൊലക്കേസുമായിട്ട് ജയിലിൽ പോവുകയും പിന്നെ ജാമ്യത്തിൽ വെളിയിലിറങ്ങിയിട്ട് പിന്നെ തിരിച്ചൊരു കയറ്റം പുള്ളിക്ക് ഉണ്ടായിട്ടില്ല. പിന്നെ ശിവാജി ഗണേശൻ്റെ, അതായത് പ്രഭുവിൻ്റെ അച്ഛൻ ശിവാജി ഗണേശൻ്റെയൊക്കെ സിനിമയിൽ വന്നിട്ടുണ്ടെങ്കിലും ആ പഴയ സ്റ്റാർഡം നിലനിർത്താൻ പുള്ളിക്കാരനെ കൊണ്ട് പറ്റിയിട്ടില്ല. അത് ത്യാഗരാജ ഭാഗവതർ. അപ്പോൾ നോക്കിക്കോണേ, ഒരു രാത്രി കൊണ്ട് സ്റ്റാർഡം കുത്തിനെ ഇടിയെന്ന് എങ്ങനെ നോക്കണം. പിന്നെ പുള്ളിക്കാരൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത് കുറേ പടങ്ങൾ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ആ പടം 8 നില പൊട്ടി. അപ്പോൾ അതുകൊണ്ട് പുള്ളിക്കാരൻ്റെ സ്റ്റാർഡം പിന്നെ കയറ്റം ഉണ്ടായില്ല. ആ ഒരു സംഭവം കൊണ്ട് ആ സംഭവത്തിൽ ഇപ്പോഴും തമിഴ്നാട്ടിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഈ ഒരു പടം ഇറങ്ങുമ്പം ഇത് കുറച്ചും കൂടെ ഒന്ന് ചർച്ചയാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ദുൽഖർ സൽമാൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ, ദുൽഖർ എടുക്കുന്ന പടം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പ്രൊഡക്ഷൻ തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ നല്ല പടങ്ങൾ എടുത്ത് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തമിഴിൽ തന്നെ പുള്ളിക്കാരൻ നേരത്തെ ഒരു മഹാനടി എന്ന് പറയുന്ന ഒരു പടം ചെയ്തിട്ടുണ്ടായിരുന്നു. അതും തമിഴിലെ ഒരു ആക്ട്രസ് സാവിത്രി എന്ന് പറയുന്ന ഒരു ആക്ട്രസിനെ ബേസ് ചെയ്താണ് പടം എടുത്തത്. അപ്പോൾ ഇതേപോലെ ശ്രദ്ധിക്കപ്പെടാത്ത ഒത്തിരി ടീം തമിഴ്നാട്ടിൽ കിടപ്പുണ്ട്. ഇപ്പോൾ ഇവിടെ നമുക്കും ഇതേപോലത്തെ പടങ്ങളുണ്ട്. JC ഡാനിയലിൻ്റെ ഡോക്യുമെൻ്ററി വെച്ച് പടം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് വേണ്ട രീതിയിൽ അത് വന്നിട്ടില്ല. അപ്പോൾ അതുപോലെ തമിഴ്നാട്ടിൽ ഇഷ്ടം പോലെ പടങ്ങൾ ഇതുപോലെ കിടപ്പുണ്ട്. അത് ആ ടീമിനെ എടുത്ത് ദുൽഖർ പ്രൊഡ്യൂസ് ചെയ്ത് പടമാക്കി വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു കഴിവിന് മലയാള സിനിമയെ വേറൊരു ലെവലിലോട്ട് എത്തിക്കാൻ പുള്ളിക്കാരൻ കിടന്ന് നല്ലോണം കഷ്ടപ്പെടുന്നുണ്ട്. അതിൻ്റെ എക്സാമ്പിളാണ് ലോക എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ആക്ടറാണ്. ഇനി പറയുന്നത് ദുൽഖറിൻ്റെ ആക്ടിങ്ങിനെ പറ്റിയാണ്. ഈ കാന്തയ്ക്കകത്തുള്ള എന്നിട്ട് ട്രെയിലർ കണ്ടിട്ട് എനിക്ക് തോന്നിയത്, ട്രെയിലറിന് കണ്ടിട്ട് പുള്ളിക്കാരൻ ഇപ്പം ത്യാഗരാജ ഭാഗവതരായിട്ട് ആ ഒരു ലുക്ക് പിടിക്കാൻ പുള്ളിക്കാരൻ നോക്കിയിട്ടില്ല. ലുക്ക് പിടിക്കാൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു മനസ്സിൽ ത്യാഗരാജ ഭാഗവതരുടെ ഒരു ലുക്ക് എന്ന് പറഞ്ഞാൽ ഒരു കർണാടിക് സംഗീതം ചെയ്യുന്ന ഒരാളുടെ ലുക്കുണ്ടല്ലോ, എന്തുവാ, ഒരു മുടിയൊക്കെ വളർത്തി ഏകദേശം ആ ഒരു രീതിയിലുള്ള ഒരു ലുക്കാണ് പുള്ളിക്കാരൻ മെയിൻറ്റെയിൻ ചെയ്ത് വന്നിട്ടുള്ളത്. ഇനി ആ ടീമിനെ എടുത്തിട്ട് ഇനി അവർ വേറൊരു സിനിമയാക്കി മാറ്റിയേക്കുവാണെന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും പടത്തിൽ ദുൽഖർ ആ ഒരു ക്യാരക്ടർ ആവാൻ പുള്ളിക്ക് പറ്റിയിട്ടില്ല. പിന്നെ പുള്ളിക്കാരൻ ഇടയ്ക്കിടയ്ക്കൊക്കെ കൊത്തരാജു തീർക്കാൻ പറ്റുമെങ്കിൽ തീർക്കട, കൊത്തരാജു ഒക്കെ മാറുന്നുണ്ട്. അവസാനത്തെ ആ ഒരു ക്ലിപ്പുണ്ട്. ആ ക്ലിപ്പിനകത്ത് പുള്ളിക്കാരൻ ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട്. അതിനകത്ത് കൊത്തരാജു ആവുന്നുണ്ടെന്ന് തോന്നുന്നു ദുൽഖർ. എനിക്കൊന്ന് ആ ക്യാരക്ടർ വിട്ട് പുള്ളിക്കാരൻ നിന്ന് പോയിട്ടില്ല. അത്രയ്ക്കും സിൻസിയറായിട്ട് ചെയ്തൊരു വേഷമാണെന്ന് തോന്നുന്നു. കിങ് ഓഫ് കൊത്തയ്ക്കല്ല, കൊത്തരാജു, ആ ഒരു ക്യാരക്ടർ പുള്ളിക്കാരൻ വിട്ടു പോയിട്ടില്ല. പിന്നെ ചില കാര്യങ്ങൾ സീതാരാമോ എന്ന് പറഞ്ഞൊരു പടം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പടം കൂടിയാണ്. അതിനകത്ത് ഈ പാകിസ്ഥാൻ ജയിലിലായി കഴിയുമ്പോൾ പുള്ളിക്കാരൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. ആ ആറ്റിറ്റ്യൂഡ് പിടിച്ച് ആണ് പുള്ളിക്കാരൻ ഇതിനകത്തും കുറച്ച് സീനൊക്കെ ചെയ്തേക്കുന്നത്. അപ്പോൾ എനിക്ക് ടോട്ടലി നോക്കിയെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ ക്യാരക്ടർ ആവാൻ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട്. എങ്കിലും കുഴപ്പമില്ല. നമ്മൾ സിനിമ കാണുമ്പം ഒരു സിനിമയിൽ ലോക്കാവുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ സാധനം നോക്കത്തില്ല. എനിക്ക് ട്രെയിലർ കണ്ടപ്പം എനിക്ക് ദുൽഖറിൽ നിന്ന് ഒരു ത്യാഗരാജ ഭാഗവതരാവാൻ ഒരു ഇത് കിട്ടിയിട്ടില്ല എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. പിന്നെ ഈ ഒരു വേഷം കറക്റ്റ് ഷൂട്ടാവുന്നതെന്ന് പറഞ്ഞാൽ സൂര്യയ്ക്കായിരുന്നു. ഈ ദുൽഖർ പ്രൊഡക്ഷൻ ചെയ്തിട്ട് സൂര്യയെ വെച്ച് ഈ ഒരു സിനിമ എടുത്തായിരുന്നെങ്കിൽ അത് നല്ല ലെവലിൽ പോയേനെ. കാരണം ഇതേപോലെയുള്ള വേഷങ്ങൾ സൂര്യ കിടിലനായിട്ട് ചെയ്യും. പിന്നെ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അബ്ദുൽ കലാമിൻ്റെ ഒരു ഡോക്യുമെൻ്ററി ഒരു സിനിമ ആയി കഴിഞ്ഞാൽ അത് സൂര്യയെ വെച്ച് ഷൂട്ട് ചെയ്ത് അത് ഇപ്പോഴും നല്ലൊരു പ്രൊഡക്ഷനിൽ വരണം. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം നിങ്ങൾക്ക് അറിയാമായിരിക്കും. അത്രയും വലിയ ഹെവി ആയിട്ട് ചെയ്താലേ കാര്യമുള്ളൂ. അപ്പോൾ നല്ലൊരു പ്രൊഡക്ഷൻ കമ്പനി വെച്ച് സൂര്യ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതാണ് ഞാൻ കാത്തിരിക്കുന്നത്. അപ്പോൾ അബ്ദുൽ കലാമിൻ്റെ ഒരു ഡോക്യുമെൻ്ററി
അതേപോലൊരു ഡോക്യുമെൻ്ററിയാണ് ഇത്. നമുക്കിത് എങ്ങനെ വരുമെന്ന് നോക്കാം. ദുൽഖറാണ് പ്രൊഡക്ഷൻ ചെയ്തേക്കുന്നത്. എന്തായാലും 2 ലോക മഹായുദ്ധത്തിൻ്റെ ആ ഒരു സെറ്റ് ഉണ്ടല്ലോ, സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പൊക്കെ ഉള്ള ആ ഒരു കാലഘട്ടത്തിൻ്റെ സെറ്റൊക്കെ പുള്ളി കിടിലനായിട്ട് ചെയ്തു വെക്കും. കാരണം അതേപോലെ പുള്ളിക്കാരൻ പൈസ മുടക്കും എന്നെല്ലാം ലോകം കണ്ടിട്ടാണല്ലോ. ഈ ട്രെയിലർ കണ്ടപ്പോഴും എനിക്ക് അതുപോലെ തോന്നിയിട്ടുണ്ട്. ബാക്കി നമുക്ക് പടം ഇറങ്ങുമ്പോൾ കാണാം. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. ട്രെയിലർ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല ട്രെയിലറാണ്. ഇനി പടം ഡീറ്റെയിൽ ആയിട്ട് ഓരോ മേഖലകൾ എടുത്തു പറഞ്ഞ് ഞാൻ ആണെങ്കിൽ റിവ്യൂക്കകത്ത് പറയാം. 14-ാം തീയതി പടം റിലീസാക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത്. ബൈ.